ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാക്കഞ്ഞ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടുതൽ ആദ്യക്കുട്ടനില്ല. ഇന്നലെ ആദ്യക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവിട്ടേച്ച് വന്നതിന് ശേഷം അന്നക്കുട്ടിക്ക് തീരെ വയ്യാതായെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ അവർ ഒരുപോലെ കണ്ണടച്ചില്ല. ഭയങ്കര കരച്ചിലും വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ അവളെ കൊണ്ട് കട്ടപ്പന ഹോസ്പിറ്റലിൽ വന്നതാണ്. ചെവി ഇങ്ങനെ പൊത്തി പിടിച്ച് ചെവി വേദന എന്ന് പറഞ്ഞ് അവള് പൊത്തി പിടിച്ച് കരയുമായിരുന്നു. 2 ആഴ്ചയായിട്ട് അവർക്ക് ജലദോഷം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയുള്ള മരുന്നൊക്കെ കൊടുത്ത് അതുപോലെ ആവിയൊക്കെ പിടിച്ച് പോകുമായിരുന്നു. ആശുപത്രി അങ്ങനെ കൊണ്ടുവരാതെ, കാരണം എല്ലാ മരുന്നുകളും ഇപ്പോഴും ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും അത് കൂടി കണ്ടവാനായിട്ട് ഇപ്പം അത് ടോൺസിലൈറ്റിസ് ആയി. അതുപോലെ തന്നെ 2 ചെവിക്കകത്തും പഴുപ്പായി. പിന്നെ നല്ല കഫമുണ്ട്. എന്തായാലും അഡ്മിറ്റ് ആക്കിയില്ല. അവൾ ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അഡ്മിറ്റ് ആക്കിയില്ല. ഭക്ഷണം കഴിക്കാതെ എപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു വിഷമത്തിലാണ്. പാവം ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല, അതുപോലെ ഞങ്ങളെ കണ്ണടപ്പിച്ചുമില്ല. എനിക്കും സൗണ്ടെല്ലാം മാറി ഭയങ്കര ജലദോഷവും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെഞ്ചിനകത്തെല്ലാം മൊത്തം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു, മരുന്ന് മേടിച്ചു, അഡ്മിറ്റ് ചെയ്യാൻ അതായത് ഇന്ന് പറഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസം. അപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണിക്കാനായിട്ട് ഇവിടെ കട്ടപ്പന പോപ്പുലർ ഇതിൻ്റെ ഷോറൂമിൽ നമ്മൾ വന്നതാണ്. നമ്മൾ അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊരു സാധനം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ഒരു സാധനം ചെറിയ കംപ്ലയിൻറ്റ് കാണിച്ചു. അപ്പോൾ ആ സാധനം പുതിയത് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ താമസമുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. താമസമുണ്ടോ ഞങ്ങൾ തിരിച്ചു പോകും, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മാറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പോസ്റ്റ് ആവും മിക്കവാറും, അല്ലേ? വണ്ടിയില്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ തന്നെ വെള്ളം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഭയങ്കര കഫക്കെട്ടാണ് കേട്ടോ. കാഫൊക്കെ ആദ്യം മഞ്ഞ കളറാണ്. മമ്മിക്കും ഭയങ്കര ജലദോഷമാണ്. ആർക്കും വയ്യ. ഇതൊക്കെ ജലദോഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് റെഡിയായി വരും. പക്ഷെ ഉറങ്ങാതിരിക്കുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവള് വയ്യാതിരിക്കുന്നുണ്ട്, ഒട്ടും സമ്മതിക്കുന്നില്ല. പിന്നെ ആദ്യക്കുട്ടിൻ്റെ ഒക്കെ ആണെങ്കിലും പനിയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു. ഇന്നലെ ഒരു ദിവസം അവനെ സ്കൂളിൽ വിട്ടു, പിന്നെ വിടാൻ പറ്റിയില്ല. ചെന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സമയമില്ല. നമ്മൾ കൃത്യസമയത്ത് ചിലപ്പോൾ ചെന്നില്ലെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുള്ളൂ. അവരിവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു, അവരെയും കണ്ടു, പെങ്ങളൊക്കെ. പിന്നെ അവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയില്ല, കാരണം ഇവർക്ക് ജലദോഷം ആയതുകൊണ്ട് ഇവിടെയും കൊണ്ട് അങ്ങോട്ട് പോകാത്തത് കേട്ടോ. അല്ല അവിടെയാണെങ്കിലും പോയിരിക്കായിരുന്നു. ഇപ്പോൾ ജലദോഷം ഉള്ളതുകൊണ്ട് വരില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ആയിട്ട് തട്ടിമുട്ടി നിന്ന് ഈ ദിവസം അങ്ങ് തീർക്കണം. എങ്ങനെയും വണ്ടി റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു ഓർക്കുന്നു. അപ്പോൾ എന്തായാലും വണ്ടി റെഡിയായി കിട്ടിയാൽ നമുക്ക് പണി ബസ്സിന് പോയി, അല്ലെങ്കിൽ മൊത്തം നാശമായിരിക്കുകയാണ്. എനിക്കാണെങ്കിലും തീരെ ആവശ്യമില്ല. ബസ്സിനൊന്നല്ല, ഇവിടെ നിന്ന് എനിക്ക് ഒരടി അങ്ങോട്ട് വെക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അതുപോലെ മേത്തെല്ലാം വേദനയാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ അതിന് കഷ്ടമാണ്. അവർ വിളിക്കുന്നുണ്ട്. നമുക്ക് ഫോൺ ഒന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ ഇത് വണ്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് കട്ടായി ഇല്ല പെങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ നിന്നും പുതിയ വണ്ടി മേടിച്ചിറങ്ങുകയാണ്. അതെ, രാത്രി 8 മണിയായി, 8:30 ആയിരിക്കുന്നു. വണ്ടി കിട്ടുന്നതേ ഉള്ളൂ. ഓടിച്ചു വെക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കുവാണ്. പണിയെല്ലാം തീർന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 9:30-10 മണിയാവും. അന്നക്കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട്. അന്നക്കുഞ്ഞിനെ വർത്താനം പറഞ്ഞേ സൗണ്ട് ഫുള്ള് പോയി. അവളുടെ ഭാവത്തിൻ്റെ ഭയങ്കര പറവെറുപ്പാണ്. ഭയങ്കര പനിയായിരുന്നു. 103 ഉണ്ടായിരുന്നു മുമ്പ് പനി നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ പാരസിറ്റാമോൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, അത് വീട്ടിലായിരുന്നു. പിന്നെ നമ്മളതുകൊണ്ട് മേടിച്ച് കൊടുത്തു. നമ്മുടെ വണ്ടി വന്നെന്ന് തോന്നല്ലേ? ഇല്ല. നമ്മളെ വണ്ടി ബില്ലെല്ലാം അടച്ചു. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഓടിച്ചോട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഓടിക്കാൻ പോയിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇനി വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടി കയറി പോകുന്നതായിരിക്കും. അതെ. ഇതാണ് കേട്ടോ കട്ടപ്പനയിലെ ഷോറൂം. എന്നാലും എന്തായാലും അവർ പണി എന്തായാലും പെട്ടെന്ന് തീർത്തു തന്നു കേട്ടോ. അത് വലിയ ഉപകാരം. കാരണം നമ്മളല്ലേ പിന്നെ അതുകൊണ്ട് മെനക്കെട്ട് വരേണ്ടി വരില്ല. നമുക്ക് അവരുടെ വണ്ടി കൊണ്ട് വേണേൽ പോകായിരുന്നു. അവരതുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കുറേ പരിപാടി സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം മേടിച്ച് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. എന്നിട്ടും കുറച്ചുകൂടെ സമയം പോയി. എന്നാലും ഇന്ന് തന്നെ അത് കിട്ടിയതുകൊണ്ട് വലിയ ഉപകാരം. കാരണം ഇന്ന് ഒരു ദിവസം മൊത്തം പണിയാനുള്ള പണികളൊക്കെ അതിലുണ്ടായിരുന്നു. എന്നാലും അവരത് മൊത്തം ക്ലിയർ ചെയ്ത് തന്നു. കാരണം വണ്ടി ആകുമ്പോൾ ഇപ്പോഴും നമ്മൾ അതുപോലെ അതിൻ്റെ പണികളെല്ലാം തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് കൊണ്ടുനടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതെ, അപ്പോൾ നമ്മൾ എന്തായാലും പോട്ടെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.